സാർ ഏത് കോഴ്സ് പഠിച്ചാൽ ഇനിയും ഒരു നല്ല കരിയറിന് സാധ്യതയുണ്ട്? ഇനി എങ്ങനെയാണ് ഒരു കരിയർ ബിൽഡ് ചെയ്യേണ്ടത്? മോന് ഇപ്പോൾ +2 ആയി. അവന് യാതൊരു പിന്നെ ലക്ഷ്യവും കാണുന്നില്ല. ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല. ഇവനെ ഒന്ന് വിജയിപ്പിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സിലബസുകളെക്കാളും ഒക്കെ പ്രധാനം മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ നല്ല ആരോഗ്യപരമായ സംഭാഷണങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും സമൂഹത്തിലൊക്കെ നടക്കുന്ന ഓരോ വിഷയങ്ങളെക്കുറിച്ചും സമൂഹം നേരിടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും ഒക്കെ നിരന്തരമായ സംഭാഷണങ്ങളുണ്ടാണ്. ലോകത്ത് നല്ല കോൺട്രിബ്യൂഷൻസ് ഡിഫറൻ്റായിട്ട് ലോകത്തിൽ പിന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്ന വ്യക്തികൾ, ഇവരെയൊക്കെ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് നമ്മളും ആരാണ്, എൻ്റെ ഒരു പോസിബിലിറ്റി എന്താണ്, എനിക്ക് ഈ ലോകത്തുള്ള ഒരു പ്ലേസ് ഏതാണ്, എൻ്റെ ഒരു സാധ്യത എന്താണ് എന്നൊക്കെ സ്വയം തിരിച്ചറിയാനും നമുക്ക് അവസരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കൂടുതലായിട്ടല്ല, കുറച്ച് വിഷയങ്ങൾ പഠിച്ചു, ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്തു, ആ ഡിഗ്രി കൊണ്ട് ഇനി നമുക്കൊരു ജോലി കിട്ടുന്നില്ല. നേരെ മറിച്ച് നമ്മൾ തന്നെ തിരിച്ചറിയണം എന്താണ് എൻ്റെ ഒരു പോസിബിലിറ്റി. എല്ലാ രംഗത്തും ഒരു 10-20% ആൾക്കാർക്കേ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ടോപ്പായിട്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ ഞാൻ എത്തണമെങ്കിൽ അത് എനിക്ക് കഴിവുള്ള ഒരു ഫീൽഡിലായിരിക്കണം ഞാൻ വരുന്നത്. അല്ലെ എന്നെക്കൊണ്ട് എനിക്ക് എക്സൈറ്റ്മെൻറ്റ് സ്വയം തോന്നുന്ന, എനിക്ക് മറ്റുള്ളവരെ എക്സൈറ്റ് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു മേഖലയിലായിരിക്കണം ഞാൻ എത്തിച്ചേരേണ്ടത്. ഇതെങ്ങനെയാണ് എന്നെക്കൊണ്ട് സാധിക്കുന്നത്? എങ്ങനെയാണ് ആധുനിക കാലത്തെ ഒരു കരിയറിലേക്ക് നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് അതിനു വേണ്ടി നടത്തേണ്ടത്? മാതാപിതാക്കൾക്ക് കുട്ടികളിൽ ഈ കാര്യത്തിലൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും? കുട്ടികൾക്ക് തന്നെ സ്വയം ഈ കാര്യത്തിലേക്ക് എന്തെല്ലാം ചിന്തകൾ വേണ്ടതായിട്ടുണ്ട്? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. NRIs ഒക്കെ നാട്ടിൽ അവധിക്കൊക്കെ വന്നിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് NRI പേരൻസ്, പ്രത്യേകിച്ച് +1, 10th, 12th ഒക്കെ പഠിക്കുന്ന പല വിദ്യാർത്ഥികളുടെയും പേരൻസുമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ കാണാനിടയായി, സംസാരിക്കാനിടയായി. ഞാൻ പലപ്പോഴും കാണുന്നത് പേരൻസൊക്കെ ഒരുപാട് വറീഡാണ്. കാരണം ഈ കുട്ടികൾ ഒരു ലക്ഷ്യവും പറയുന്നില്ല, അവരിലൊന്നിലും ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഭയങ്കര ടെൻസ്ഡാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 15-16 വയസ്സിലൊക്കെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ വലിയ ലക്ഷ്യബോധം കാണിക്കുകയോ ഒന്നും ചെയ്യുന്നത് അത്ര സ്വാഭാവികവുമല്ല. പിന്നെ നമ്മൾ പലപ്പോഴും ഇതൊക്കെ മനസ്സിൽ രൂപപ്പെടുന്ന, അല്ലെങ്കിൽ ഈ പ്രഷറൊക്കെ നമുക്ക് വരുന്നത് ഈ മാർക്കറ്റിൻ്റെ ഒരു തന്ത്രം കൊണ്ടാണ്. കാരണം സമൂഹത്തിൽ ഈ വിറ്റഴിക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് കോഴ്സുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളെയൊക്കെ വിറ്റഴിക്കണം. അപ്പോൾ അതിനുവേണ്ടി അവർ ധൃതി കാട്ടും. നിങ്ങളുടെ കുട്ടി ഒന്നിനും ചേർന്നില്ലേ, നിങ്ങളുടെ കുട്ടി കോച്ചിങ്ങിനൊന്നും ചേർന്നില്ലേ, ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തില്ലേ, എന്തെങ്കിലും പ്ലാൻ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം വീഡിയോസും സോഷ്യൽ മീഡിയ പ്രഷറും സമൂഹത്തിൽ മൊത്തമായിട്ടുള്ള പ്രഷറും ഒക്കെ ഉണ്ടാകുമ്പോൾ പേരൻസ് സ്വാഭാവികമായിട്ടും ടെൻസ്ഡായി പോകുന്നു. അതിനതിശയിക്കാനൊന്നുമില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ യാഥാർത്ഥ്യമായി നടക്കുന്ന ഒരു ലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ കുട്ടികളുടെയും മെച്യൂരിറ്റി അനുസരിച്ചും ഓരോ കുട്ടികളുടെയും കാഴ്ചപ്പാടനുസരിച്ചും ഓരോ കുട്ടിയുടെയും ഡെവലപ്മെൻ്റ് അനുസരിച്ചുമൊക്കെയാണ് അർത്ഥപൂർണമായ ഒരു ലക്ഷ്യത്തിലേക്കൊക്കെ കുട്ടികൾ വരികയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനാന്ന് ചോദിച്ചാൽ അവരെ സമ്മർദ്ദം ചെലുത്തി ഏതെങ്കിലും ഒരു കോഴ്സിലോട്ടോ ഒരു ഫീൽഡിലോട്ടോ ഒക്കെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. വലിയ അപകടമാണ്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ചേരാത്തതും അവർക്ക് കേപ്പബിൾ അല്ലാത്തതുമായിട്ടുള്ള കോഴ്സുകളിലൊക്കെ അവർ ചേർന്നാൽ അതൊന്നും പിന്നെ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അതിൽ നിന്നൊന്നും ഒരു നല്ല കരിയർ അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചു എന്നൊന്നും വരില്ല. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഈ മോഡേൺ വേൾഡിൽ നമുക്കൊരു കരിയർ സക്സസ് കിട്ടണമെങ്കിൽ കുറച്ച് ഡിഫറൻ്റായിട്ട് നമ്മൾ കാര്യങ്ങളെ ചിന്തിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് കുട്ടികളെ കേപ്പബിളാക്കുക, അവരെ ഓട്ടോണമിയിലേക്ക് നയിക്കുക, അവർക്ക് കേപ്പബിളും അവർക്ക് ഇൻട്രസ്റ്റും അവർക്ക് ഒരു പാഷനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും സുരക്ഷിതമായ കാര്യം. എങ്ങനെയാണ് നമുക്ക് അവരെ കുറച്ചുകൂടെ ഒന്ന് മിടുക്കരാക്കിയെടുക്കാൻ, പേരൻസിനെ എങ്ങനെ കുറച്ചുകൂടെ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും, പേരൻസിൻ്റെ ഈ കാര്യത്തിലുള്ള ഒരു ഓറിയൻറ്റേഷൻ എന്തായിരിക്കണം, അതൊക്കെയാണ് ഈ ഒരു ഇതിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലൂടെ കുട്ടികൾക്ക് എങ്ങനെ നമുക്കൊരു ബെറ്റർ പൊസിഷൻ കൊടുക്കാം ഈ കാര്യത്തിൽ. ഒന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു അഡാപ്റ്റബിലിറ്റിയാണ്.
ഞാൻ ഇന്നതേ ചെയ്യുള്ളൂ, എനിക്കിത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളാണ് പലപ്പോഴും പിന്നീട് പരാജയപ്പെടാനുള്ള സാധ്യത. ഒരു കാര്യത്തിൽ നമുക്ക് എക്സെപ്ഷണലായിട്ട് ടാലൻ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ എക്സെപ്ഷണലായിട്ട് ടാലൻറ്റ് നമുക്കൊരു ഫീൽഡിലില്ലെങ്കിൽ, നമ്മൾ കുറച്ച് അഡാപ്റ്റബിളായി നിന്നില്ലെങ്കിൽ, നമുക്ക് ഒരു പക്ഷേ നമ്മൾ പഠിച്ചൊക്കെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് കിട്ടിയില്ല എന്ന് വരുമ്പോൾ നിരാശരാകാതെ നമുക്ക് നമ്മുടെ ഒരു പോസിബിലിറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മാക്സിമം ഓപ്പർച്യൂണിറ്റിയൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അതിന് തക്കവണ്ണം ഫ്ലെക്സിബിളായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ്, ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു പേഴ്സണാലിറ്റിയൊക്കെ നമുക്കുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അതുപോലെ ഏതെങ്കിലും ഒരു കാര്യം മാത്രമല്ല, ഒന്നിൽ കൂടുതലായിട്ട് എക്സെപ്ഷണലി ഗുഡ് അറ്റ് എ കോമ്പിനേഷൻ ഓഫ് സ്കിൽസ്, ഒരു കോമ്പിനേഷൻ ഓഫ് സ്കിൽസിൽ നമ്മൾ മിടുക്കരായിരിക്കണം. ഇപ്പോൾ തന്നെ ഞാനൊരു മെഡിസിൻ പഠിക്കുന്ന ഒരാളാണ്. മെഡിസിൻ പഠിച്ചതുകൊണ്ട് മാത്രം എനിക്കിനിയുള്ള കാലത്ത് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയെന്ന് വരില്ല. മെഡിസിൻ്റെ കൂടെ തന്നെ എനിക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ ഒരു സോഷ്യൽ നോളജും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അത് ചിലപ്പോൾ വളരെ പ്രയോജനകരമായി ഉപയോഗിക്കാനായിട്ട് പറ്റും. മെഡിസിൻ്റെ കൂടെ തന്നെ എനിക്ക് നല്ല അനലിറ്റിക്കൽ സ്കിൽ അല്ലെങ്കിൽ ഡേറ്റ മാനേജ്മെൻറ്റ് സ്കില്ലും അതുപോലെ AI സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ അത് വേറൊരു കോമ്പിനേഷനായിട്ട് അവിടെ എനിക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മെഡിസിൻ്റെ കൂടെ തന്നെ എനിക്കൊരു നല്ല റിസർച്ച് സ്കില്ലുണ്ടെങ്കിൽ എനിക്കത് വേറൊരു കോമ്പിനേഷനായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയുള്ള കാലത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ ക്വാളിറ്റീസ്, ഒന്നിൽ കൂടുതൽ കഴിവുകൾ, അതിലെല്ലാത്തിലും വളരെ കോമ്പീറ്റൻ്റായി നിൽക്കുന്ന, അപ്പോൾ ഒരു കോമ്പിനേഷൻ ഓഫ് സ്കിൽസാണ് ഇനിയുള്ള കാലത്ത് ഒരു ജോലിക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഫീൽഡിനായിട്ട്, ഒരു കരിയർ സക്സസ്സിനായിട്ടൊക്കെ നമ്മൾ കരുതി വെക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അഡാപ്റ്റബിൾ ആവുകയും ഒരു കോമ്പിനേഷൻ ഓഫ് സ്കിൽസിൽ വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളിനായിരിക്കും ഒരുപക്ഷെ ഇനിയുള്ള കാലത്ത് ഒരു വലിയ ഫ്യൂച്ചർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ഹാവ് ടു ബിൽഡ് എ കോമ്പിനേഷൻ ഓഫ് സ്കിൽസ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് മാത്രം എനിക്ക് ഒരു കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാനുള്ള സാധ്യത ഇനി വളരെ കുറവായിരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മളൊരു കോമ്പറ്റിറ്റീവ് വേൾഡിൽ നമുക്ക് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് സ്കിൽസ് വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു കോമ്പിനേഷൻ ഓഫ് സ്കിൽസ് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പേർട്ടൈസിലേക്ക് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ടാലൻ്റുള്ള ഒരു കാര്യം അതിനകത്ത് കാണും. അല്ലാതെ തന്നെ നമ്മൾ അക്വയർ ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും കാണും. അവിടെയാണ് ഒരു നല്ല മെൻറ്ററിൻ്റെയും നല്ല ഗൈഡിൻ്റെയും ഒക്കെ സഹായമൊക്കെ നമ്മൾ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. എന്തൊക്കെ ചേർത്ത് വെച്ചാൽ എൻ്റെ ഒരു പോസിബിലിറ്റിയെ മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റും, ഇതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് ചേർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെയുള്ളൊരു ഫീൽഡിൽ നിൽക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ്. ഒരു സോഷ്യൽ ഇൻ്റലിജൻസ്, ഒരു സമൂഹവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും സമൂഹവുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുമുള്ള ഒരു സ്കില്ല് വളരെയധികം ആവശ്യമാണ്. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ മനുഷ്യരെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെയധികം കൂട്ടിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഒരു സോഷ്യൽ സൈക്കോളജിയൊക്കെ നമ്മൾ വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു എക്സെപ്ഷണൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാതെ വരികയും നമ്മളൊരു മീഡിയോക്കറായിട്ട് അവസാനിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് ഇനിയുള്ള കാലത്ത് AI-യും ഓട്ടോമേഷനും ഒക്കെ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ AI-യോട് മത്സരിക്കാൻ നിൽക്കാതെ അതിനെ ലേൺ ചെയ്യാനും അതിനെയും കൂടി ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുക. അപ്പോൾ AI-യുടെ സാധ്യതകൾ എങ്ങനെ മാക്സിമം ഉപയോഗപ്പെടുത്താം? AI-യുടെ സാധ്യതകൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏത് ഫീൽഡിൽ നിൽക്കുമ്പോഴും നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനും ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനും ഈസി ആയിട്ട് ഒരു കാര്യത്തെപ്പറ്റി ഡീപ്പായിട്ട് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് AI ടൂൾസുകളോട് ഉപയോഗിക്കാം. അപ്പോൾ ഏത് ഫീൽഡിൽ നമ്മൾ നിൽക്കുമ്പോഴും AI-യും കൂടെ പഠിച്ച് അതിൻ്റെ സാധ്യതകളോട് ഉപയോഗപ്പെടുത്തി നമ്മുടെ കരിയർ മേഖലയിൽ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് ശ്രമിക്കുക. ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ കൂടെ ടെക്നോളജിയും കൂടെ ഉപയോഗിച്ചാൽ എന്തെല്ലാം സാധ്യതകൾ കൂട്ടാം. ഒരു സ്പോർട്സ്മാനാണ്, എനിക്ക് ടെക്നോളജിയും കൂടി ഉപയോഗിച്ചാൽ എൻ്റെ സ്പോർട്സ് രംഗത്ത് എനിക്ക് കുറച്ചുകൂടെ സാധ്യതകൾ അങ്ങനെ വർദ്ധിപ്പിക്കാം. അപ്പോൾ ഏത് ഫീൽഡിലായിക്കോട്ടെ, ഞാനൊരു ബിസിനസ്സുകാരനാണ്, എനിക്ക് ബിസിനസ്സിൽ എനിക്ക് AI ടൂൾസും ഉണ്ട്. ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ മാർക്കറ്റിങ്ങിലും സെയിൽസിലുമൊക്കെ എനിക്ക് കസ്റ്റമർ പ്രോസ്പെക്റ്റിങ്ങിലും ഒക്കെ എനിക്ക് AI ടൂൾസ് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് നടത്തുന്ന ആളാണ്, മാനേജ്മെൻറ്റിൽ എനിക്ക് AI അങ്ങനെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കിയാൽ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് കൂടുകയല്ലേ, നമ്മുടെ ഒരു സാധ്യത കൂടുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. മൂന്നാമതായിട്ട് ഒരു പ്രോബ്ലം സോൾവറായി മാറുക. എവിടെ ആവശ്യം, ഇനി ആരും ഡിഗ്രികൾക്കല്ല പേ ചെയ്യാൻ പോകുന്നത്.
ആരും ഡിഗ്രിക്കാരെ ഹയർ ചെയ്ത് വെറുതെ ജോലിക്ക് വയ്ക്കാനൊന്നും പോകുന്നില്ല. നമ്മളുടെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഏതെങ്കിലും ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ നമുക്കൊരു കഴിവുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ മേഖലയിൽ എനിക്ക് സാധ്യതകൾ ഉറപ്പാണ്. അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ എനിക്കൊരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബിസിനസ് എന്ന് പറയുന്നത് ഐഡിയാസാണ്. അപ്പോൾ എന്ത് ഐഡിയാസാണ് ലോകത്ത് ബിസിനസ്സായിട്ട് മാറുന്നതെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതെന്തുമായിക്കോട്ടെ, എന്ത് തരത്തിലുള്ള ഒരു പ്രശ്നത്തെയും നമുക്ക് പരിഹരിക്കാനുള്ള ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു ബിസിനസ്സായിട്ട് മാറും. ഇത് തന്നെയാണ് ഒരു തൊഴിലായിട്ട് ഇനിയുള്ള കാലത്ത് മാറാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത്ര ഐഡിയാസൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരുപാട് ഐഡിയാസുള്ള ആൾക്കാർ ബെറ്റർ പ്രോബ്ലം സോൾവേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ധാരാളം പഠിക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും പല സബ്ജക്റ്റുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾ കൂടുതൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ഈ പഠനം കൊണ്ടൊക്കെയുള്ളൊരു വലിയ ഗുണമാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ കമ്പൈൻ ചെയ്താൽ എനിക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പല ഫീൽഡുമായിട്ട് കണക്റ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതിനകത്തൊരു ലീഗൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ എനിക്ക് ലീഗൽ നോളജ് വേണം. അതിനകത്തൊരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കണം. അതിനകത്തൊരു ടെക്നോളജിയുടെ ആവശ്യമുണ്ടെങ്കിൽ അത് വേണം. അപ്പോൾ ഒന്നുകിൽ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം കമ്പൈൻ ചെയ്ത് കൊണ്ടുവന്ന് അത് സോൾവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, അല്ലെങ്കിൽ ആ പ്രോബ്ലം തന്നെ ശരിക്കും ആഴത്തിലൊന്ന് മനസ്സിലാക്കുക, എന്നാലല്ലേ എനിക്കിതിനകത്ത് എന്തെല്ലാം കമ്പൈൻ ചെയ്യണമെന്ന് പോലും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മൾ ഡെവലപ്ഡ് ആകുന്നത് നമ്മളുടെ ലേണിങ്ങിലൂടെയാണ്. അപ്പോൾ ധാരാളമായിട്ട് ഡീപ്പായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലൊക്കെയുള്ള ഒരു ലീഡർഷിപ്പ് ലോങ് റണ്ണിൽ കിട്ടും എന്നുള്ളതാണ് പ്രധാനം. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന എവിടെയാണ്, നമുക്കൊരു എക്സ്പെർട്ടൈസ് ഉണ്ടാക്കാൻ കഴിയുന്ന എവിടെയാണ് മനുഷ്യർ എന്നെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് ഞാൻ വളരും തോറും എൻ്റെ കരിയറും വളരുകയാണ്. അപ്പോൾ എനിക്കൊരു റെപ്യൂട്ടേഷൻ ഒരു ഫീൽഡിലുണ്ടെങ്കിൽ, എന്നെ ഉപയോഗിച്ചാൽ ഒരു പ്രശ്നം പരിഹരിക്കാമെന്ന് ലോകത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ സാധ്യതകൾ കൂടും. അപ്പോൾ അവിടെയാണ് എൻ്റെ കരിയർ വർദ്ധിക്കുന്നത്. ഇപ്പോൾ ഒരാളെ ഹയർ ചെയ്താൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളിനെ നമ്മൾ ഹയർ ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഈ നമ്മുടെ എക്സാം സിസ്റ്റം എല്ലാം കുഴപ്പമായി, ഇന്ത്യയിൽ എക്സാം സിസ്റ്റത്തിലെല്ലാം ഉള്ള വലിയ പ്രശ്നങ്ങൾക്കെതിരെ വലിയ സമരങ്ങളൊക്കെ നടന്നപ്പോൾ നന്ദൻ നീലേക്കാനി എന്ന് പറയുന്ന ഒരു വലിയ ടെക്നോളജി എക്സ്പേർട്ടിനെയാണ് ഇത് പരിഹരിക്കാനായിട്ടുള്ള ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നന്ദൻ നീലേക്കാനിക്ക് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. കാരണം അദ്ദേഹമാണ് ഒരിക്കൽ നമ്മുടെ ആധാർ കാർഡൊക്കെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് റെപ്യൂട്ടേഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു ചെറിയ കാര്യത്തിൽ പോലും നമുക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ടോ. ഇപ്പോൾ ഒരു വലിയ സദ്യ നടത്തണം, അപ്പോൾ ആരെയാണ് നമ്മൾ അതിനായിട്ട് കൊണ്ടുവരുന്നത്? നമുക്ക് വളരെ റിലയബിളായിട്ടുള്ള ഒരാളിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം ആ സദ്യ എന്ന് പറയുന്നത് വളരെ കാശൊക്കെ മുടക്കി ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെലിഗേറ്റ്സിനെയും ഗസ്റ്റിനെയൊക്കെയാണ് അതിലൂടെ ഓണർ ചെയ്യേണ്ടതെങ്കിൽ, നമ്മൾ അവിടെ ഒരു പഴുതും ഇല്ലാതെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആളിനെ കൊണ്ടുവരും. നമുക്കൊരു മൂവി എടുക്കണം, അതിലൊരു ബെസ്റ്റ് ക്യാമറാമാനെ വേണമെങ്കിൽ ആ റെപ്യൂട്ടേഷനുള്ള ക്യാമറാമാനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമുക്ക് ഒരു നല്ല സിനിമ എടുക്കണം, അതിന് തിരക്കഥ എഴുതാൻ ആരെ വേണം എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളിനെ. അപ്പോൾ റെപ്യൂട്ടേഷനാണ് നമ്മുടെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ റെപ്യൂട്ടേഷനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു എക്സ്പേർട്ടൈസോ, അല്ലെങ്കിൽ ലോകം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ, ഇപ്പം ഒരു പാമ്പ് പിടിക്കണമെങ്കിൽ അതിന് വളരെ എക്സ്പേർട്ടായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അവരെയാണ് പെട്ടെന്ന് അവരുടെ പേരാണ് എല്ലാവരും വിളിച്ചു പറയുന്നത്. അത് അവർ നേടിയെടുത്തൊരു റെപ്യൂട്ടേഷനാണ്. ഇത് നമ്മുടെ ലൈഫിൽ എല്ലാ ഫീൽഡിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എല്ലാ ഫീൽഡിലും എക്സലൻസ് ഉണ്ട്. എല്ലാ ഫീൽഡിലും ഒരു പ്രഭാഷണം നടത്തണം, ആരെയാണ് വിളിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒരു ചർച്ചയിൽ അവിടെ ഉരുത്തിരിഞ്ഞ് വന്ന 2-3 പേരുടെ പേര് വന്നു. അവരെല്ലാം വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതിൻ്റെ കോസ്റ്റ് ഭാഗമൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള എക്സലൻ്റ് ആയിട്ടുള്ള ആളിനെ തന്നെ കൊണ്ടുവരണം. അപ്പോൾ ഏത് ഫീൽഡിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെപ്യൂട്ടേഷനാണ് നമ്മളുടെ ഒരു സാധ്യതയെ വർദ്ധിപ്പിക്കുന്നത്. അത് ഏത് മേഖലയിലും വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ വളരെ തോട്ട്ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. അഞ്ചാമതായിട്ട് വി ഹാവ് ടു കീപ്പ് ഓൺ ലേണിംഗ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. നമ്മൾ ഏത് വലിയ കോഴ്സ് പഠിച്ചാലും കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ ഈ വർത്തമാന കാലത്ത് അതിഭയങ്കരമായ മാറ്റങ്ങൾ നമ്മൾ പഠിച്ച മേഖലയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പം അതുകൊണ്ട് നിരന്തരമായി നമ്മൾ ഒരു മേഖലയിൽ മാത്രം പഠിച്ചാൽ പോരാ എന്ന് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ, കാരണം ഒരു കോമ്പിനേഷൻ ഓഫ് സ്കിൽസാണ് ആവശ്യം. അപ്പോൾ നമ്മളൊന്ന് പഠിച്ച് കഴിയുമ്പോൾ തന്നെ അതിനനുബന്ധമായി ആവശ്യമുള്ള മറ്റ് മേഖലകളിലുള്ള പഠനങ്ങളെല്ലാം നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുന്ന ഒരാളിന് മാത്രമേ ഇനിയുള്ള കാലത്ത് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പഠിച്ചു നിർത്തി പിന്നെ അങ്ങ് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി കളയാം, പൈസ മാത്രമാണ് ഇനിയുള്ള ഫോക്കസ് എന്ന് വിചാരിക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവുകയും സാധ്യതകളില്ലാതാവുകയും ചെയ്യും. നിരന്തരമായിട്ട് പഠിക്കുകയും ഇന്നൊവേറ്റ് ചെയ്യുകയും നിരന്തരമായിട്ട് ക്രിയേറ്റീവ് ആവുകയും കൺസ്ട്രക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ സാധ്യതകളെ നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് ഡെവലപ്പിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അൾട്ടിമേറ്റായിട്ട് നമ്മൾ എന്തെല്ലാം അറിയാവുന്നുണ്ടെങ്കിൽ നമ്മളതെങ്ങനെ ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ അത് ലോകത്തിലെത്തിക്കുന്നു, എത്ര എനർജിയോടുകൂടി അത് എത്തിക്കുന്നു, എത്ര ബെറ്ററായിട്ട് നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, എത്ര നന്നായിട്ട് നമ്മൾ പെർസ്വേഡ് ചെയ്യുന്നു, എത്ര കഠിനമായി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നു, എത്ര ബെസ്റ്റായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു, ഇതിനൊക്കെ അനുസരിച്ചാണ് നമ്മുടെ സാധ്യതകൾ. അപ്പോൾ ഇതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഒരു ചുറ്റുവട്ടത്ത് നടക്കുന്ന കാലിബറാണ്. വലിയ നെഗോഷിയേഷൻ സ്കില്ലും പെർസ്വേഷൻ സ്കില്ലും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തേ പറ്റുള്ളൂ. ചില കാര്യങ്ങളെയൊക്കെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താൽ തന്നെ നമ്മൾ പകുതി ജയിച്ചു. അപ്പോൾ അതൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. അപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് വളരെ എൻഗേജിങ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ അവരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന, അവരെ ചിന്തിപ്പിക്കുന്ന, അവരുടെ ഒരു ശ്രദ്ധയെ പിടിച്ചു പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് കാര്യങ്ങളെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഹോംവർക്കുകൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ധാരാളമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ക്വാളിറ്റി ഓഫ് ലാംഗ്വേജ് എല്ലാം ഇതിനകത്ത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളുടെ ഒരു എന്തൂസിയാസം ഒക്കെ ഇതിനകത്ത് ഭയങ്കര നിർബന്ധമായൊരു കാര്യമാണ്. ചില ആൾക്കാർ വളരെ നോളജബിളാണ്, പക്ഷെ അവർക്കൊരു ആരോഗ്യമില്ല, ഒരു സ്പിരിറ്റില്ല. അപ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ പോറായിട്ടായിരിക്കും. ഒരു പക്ഷേ അത്തരക്കാരെ ചിലപ്പോൾ നോട്ടീസ് ചെയ്യപ്പെട്ടൊന്നും വരില്ല. അവർ വലിയ കണ്ടൻറ്റുള്ളവരായിരിക്കും. അപ്പോൾ കണ്ടൻറ്റ് മാത്രം പോരാ, അതിനെ ഡെലിവർ ചെയ്യാനുള്ള ഒരു എക്സലൻസ് കൂടെ നമുക്ക് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമാണ്. അതുപോലെ വളരെ പ്രധാനമാണ് നമ്മൾ നിരന്തരമായി നെറ്റ്വർക്ക് ചെയ്യുകയും ധാരാളമായിട്ട് റിലേഷൻഷിപ്പുകളെ കീപ്പ് ചെയ്യണം. നമുക്ക് ആവശ്യം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റിലേഷൻഷിപ്പും മറ്റും ഉണ്ടാക്കി വെക്കണം. നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ വളർച്ച എപ്പോഴും റിലേഷൻഷിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വളരുന്നത്. എല്ലാം വളരുന്നത് അതിൻ്റെ നെറ്റ്വർക്കിങ് ബെറ്റർ ആക്കുന്നതിലൂടെയും റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കുന്നതിലൂടെയാണ്. പക്ഷേ നമ്മൾ ആ സമയത്ത് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് സ്വിച്ച് ഇട്ടാൽ ഉടനെ റിലേഷൻഷിപ്പ് ഓണാവില്ല. അപ്പോൾ നമ്മൾ ധാരാളം ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനും ധാരാളം ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാനും ഒക്കെ ശ്രമിക്കണം. അതിന് പറ്റുന്ന അസോസിയേഷൻസിലും അതിന് പറ്റുന്ന ഫെലോഷിപ്പുകളിലും ഒക്കെ നമ്മൾ പങ്കാളികളാണ്. അങ്ങനെയുള്ള ക്ലബ്ബുകളിലൊക്കെ നമ്മൾ പോയി മെമ്പറാവണം. അപ്പോൾ നമുക്ക് നിരന്തരമായിട്ട് റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഏത് കരിയർ ഫീൽഡിൽ ഇന്ന് വിജയിക്കണമെങ്കിലും ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വെൽ കണക്റ്റഡ് ആയിട്ടുള്ളവർക്ക് എക്സലൻ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. വെൽ കണക്റ്റഡ് ആയിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ വലിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പിനുള്ള ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. പലരും ഭയങ്കര മിടുക്കരാണ്, ഭയങ്കര എക്സ്പേർട്സാണ്, പക്ഷേ അവർ ബന്ധങ്ങളെ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നില്ല, അല്ലെ ബന്ധങ്ങളെ ആവശ്യത്തിന് മാത്രം ആവശ്യമുള്ളപ്പോൾ മാത്രം അന്വേഷിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് വലിയൊരു വിജയം ഇനിയുള്ള കാലത്ത് കിട്ടില്ല. നിരന്തരമായി നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൾക്കാരെ പരിചയപ്പെടുന്നതിലും ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആവുന്നതിലും നമുക്ക് ഭയങ്കര ഒരു എന്തൂസിയാസം നമ്മൾ നിലനിർത്തണം. അതൊരു ഓൺഗോയിങ് പ്രോസസ്സായിരിക്കണം. പിന്നെ ഏത് ഫീൽഡിലുള്ള ആളുടെയാണ് ഏത് സമയത്ത് ആവശ്യമെന്നൊന്നും നമുക്ക് നേരത്തെ അറിയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ഫീൽഡിലുള്ള ആൾക്കാരുമായിട്ടും എല്ലാത്തരം ആൾക്കാരുമായിട്ടും എല്ലാ ക്ലാസ്സിലുള്ള ആൾക്കാരുമായിട്ടും ഒക്കെ നമ്മൾ നിരന്തരമായി ബന്ധങ്ങൾ പുലർത്തുകയും അത് കഴിയുന്നത്ര നിലനിർത്തുകയും ഒക്കെ ചെയ്തു പോകുന്ന ആൾക്കാർക്ക് സാധ്യതകൾ അവരാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ആക്സസ് നിലനിർത്തുന്നത്. അപ്പോൾ അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടേക്ക് ഓണർഷിപ്പ്. ഏത് കാര്യം വരുമ്പോഴും അതിൻ്റെ ഓണർഷിപ്പ് ഒന്ന് ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ഞാനതൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്. പലപ്പോഴും ഒരു പ്രശ്നം കാണുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവരെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നേരെ മറിച്ച് ലെറ്റ് മീ ഫിഗർ ഇറ്റ് ഔട്ട്, ഞാനൊന്ന് നോക്കട്ടെ,
ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അതിലേക്കൊന്ന് കയറി വരാൻ കഴിയുന്ന ആൾക്കാർ, ദേ ആർ ട്രൂ ലീഡേഴ്സ്. പലപ്പോഴും നമ്മൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഒരു പ്രശ്നം വരുമ്പോൾ ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് മുമ്പോട്ട് ഇറങ്ങുന്ന ഒരാളാണോ, അതോ കഴിയുന്നത്ര അത് നമ്മുടെ പ്രശ്നമല്ലല്ലോ എന്ന് പറഞ്ഞ് മാറുന്ന ആളാണോ? ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഫിഗർ ഔട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നൊന്നും വരില്ല. പക്ഷേ ത്രൂ ദാറ്റ് എക്സ്പീരിയൻസ് നമ്മളങ്ങനെ ഇൻഡൾജ് ചെയ്ത്, നമ്മളങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ നല്ലൊരു പ്രോബ്ലം സോൾവറായിട്ട് നാളെ മാറും, നല്ലൊരു ലീഡർഷിപ്പിലേക്ക് നമ്മൾ വരും. ഇറങ്ങി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, ആ ഒരു ഓണർഷിപ്പ് ഏറ്റെടുക്കാൻ, ടേക്ക് ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാൻ ധൈര്യം കാണിക്കുന്നവരാണ് പിന്നീട് വലിയ കരിയർ സക്സസ്സൊക്കെ നേടുന്നത്. അത്ര ആൾക്കാർ നമ്മൾ ഒരു സമൂഹത്തിൽ തന്നെ ഇപ്പം തന്നെ കണ്ടില്ലേ, സമൂഹത്തിലെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെതിരെ സമരമായിട്ട് വരുന്ന ആൾക്കാരൊന്നും ആ പ്രശ്നത്തിൽ ഒരു കാലത്ത് പ്രശ്നത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ളവരാണ് സമരത്തിലേക്ക് വരുന്നത്. ഇത് പ്രശ്നത്തിൽ ഡയറക്റ്റായിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ല, ബട്ട് സ്റ്റിൽ ദേ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, ലെറ്റ് മീ ഗോ ഫോർ ഇറ്റ്. അല്ലെങ്കിൽ ഇന്ന് ഇത്തരം കാര്യങ്ങളെ നമ്മൾ നേരിട്ടില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ നാളെ ഉണ്ടാവും, നമുക്ക് നേരിടാൻ പറ്റാത്തൊരു ക്യാൻസറായിട്ട് അത് മാറും എന്നൊക്കെ ചിന്തിക്കുന്ന സോഷ്യൽ ലീഡേഴ്സ് എല്ലാ രംഗത്തും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രോ ആക്റ്റീവായിട്ട് ഇറങ്ങിച്ചെന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനൊക്കെ കഴിയുന്നത്? അതാണ് ആ ഓണർഷിപ്പ് ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യമാണ്. ആൻഡ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ കരിയർ സക്സസ് എന്ന് പറയുന്നത് കാലങ്ങൾ കൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഇൻസ്റ്റൻ്റായിട്ട് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പരാജയപ്പെടും. പലർക്കും ഇന്ന് വേണ്ടത് ഇൻസ്റ്റൻ്റായിട്ട് CEO ആകണം, ഇൻസ്റ്റൻ്റായിട്ട് കരിയറിൽ സക്സസ്ഫുൾ ആകണം, ഇൻസ്റ്റൻ്റായിട്ട് എനിക്ക് വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് എല്ലാം പെട്ടെന്ന് നേടണം. അങ്ങനെയുള്ള ആൾക്കാർ ഒരു മോഡേൺ ട്രെൻഡാണതൊക്കെ, നല്ല കാര്യമാണ്. ട്രെൻഡൊക്കെ ചിലർക്കത് പിന്നെ ലക്ക് കൊണ്ടൊക്കെ സാധിച്ചു എന്ന് വരും. പക്ഷേ അങ്ങനെയുള്ളത് നമ്മളൊരു ലോങ് റണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വളരെ പെട്ടെന്ന് വന്നതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ താഴെ വീഴുകയും ചെയ്തിട്ടുണ്ട്. നിലനിൽക്കുന്നത് ഒരു ഡെക്കേഡ് കൊണ്ട് രൂപപ്പെട്ട് വന്നിട്ടുള്ള ലീഡർഷിപ്പുകളാണ്, അങ്ങനെ വന്നിട്ടുള്ള സർവീസുകളും പ്രോഡക്റ്റുകളുമാണ്. അപ്പം സസ്റ്റെയിൻ ചെയ്യുന്നതാണ് ഒരു കരിയർ സക്സസ്സിനാണെങ്കിലും ഒരു ബിസിനസ് സക്സസ്സിനാണെങ്കിലും ഒരു സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു മോഡൽ ആണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. അപ്പം അതിനനുസരിച്ച് വേണം നമ്മളുടെ പ്രവർത്തനവും നടക്കുന്നത്. പെട്ടെന്നെല്ലാം നേടിയെടുത്ത് ക്ലോസ് ചെയ്യാനുള്ള ഒരു സാധനമല്ല ഇത്. ഓവർ ദ ഇയേഴ്സ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്, ഓവർ ദ ഇയേഴ്സ് നമ്മുടെ ഓണർഷിപ്പ് എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്, ഓവർ ദ ഇയേഴ്സ് നമ്മൾ എങ്ങനെയാണ് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകും, ആ തരത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യതകളുള്ളൂ. അപ്പോൾ ഒരു സ്കിൽസ് എല്ലാം കോമ്പൗണ്ട് ചെയ്ത് പറഞ്ഞാൽ എല്ലാ സ്കില്ലും കൂടെ നമുക്ക് ആദ്യം കിട്ടത്തൊന്നുമില്ല. പതുക്കെ ഓരോ സ്കില്ലുകൾ നമ്മൾ കോമ്പൗണ്ട് ചെയ്താണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. നമുക്ക് ചില നല്ല റിസൾട്ടുകളൊക്കെ കിട്ടുന്നു, മോശം റിസൾട്ടുകളും ഉണ്ടാകും. പക്ഷേ നല്ല റിസൾട്ടുകൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. ചില കാര്യത്തിലൊക്കെ നമുക്ക് നല്ല റെപ്യൂട്ടേഷൻ കിട്ടുന്നു, അതിലൂടെയൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു, വലിയ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടുന്നു, അവാർഡ്സൊക്കെ കിട്ടുന്നു. ഇങ്ങനെ നമ്മൾ ഒരു എമേർജ് ചെയ്ത് വരികയാണ്. അൺക്വസ്റ്റ്യനബിളായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മളെ ഒരു ഇന്നവിറ്റബിളായിട്ട് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ ഒരു വളരെ ഓതൻറ്റിക് ഒരു എൻറ്റിറ്റി ആയിട്ട് ആണ് ഒരു കരിയർ രൂപപ്പെട്ട് വരുന്നത്. ഇറ്റ് ടേക്സ് ടൈം. അത് മാസങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതല്ല, ചിലപ്പോൾ ഒരു കാലം കൊണ്ടാണ് അത് ഉണ്ടാക്കപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള അപ്പോൾ അത്തരത്തിലൊരു ദീർഘമായ വീക്ഷണത്തോടു കൂടി വേണം ഒരു കരിയറിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. ആൻഡ് ഫൈനലി പ്രൊട്ടക്റ്റ് യുവർ ക്യാരക്ടർ ആൻഡ് എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നിലനിർത്തേണ്ട ഒരു കാര്യമാണ്. ഒരു കരിയർ സക്സസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളൊരു ക്യാരക്ടർ നിലനിർത്തുക. കാരണം ഒരു ക്യാരക്ടർ ഇല്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് ഒരു ലോങ് ടേം എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ പല കാര്യങ്ങളെയും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതായിട്ട് വരും, പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതായിട്ട് വരും, നിലപാടുകൾ വേണ്ടി വരും, ചില കൃത്യമായ മൂല്യങ്ങൾ വേണ്ടി വരും, നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു സംസ്കാരം ആവശ്യമായി വരും. അതാണ് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. കാലങ്ങൾ കൊണ്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ക്യാരക്ടർ, അതാണ് നമ്മുടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കരിയറിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അതാണ് ഇന്ന് പല ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു കരിയറിൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ മെറ്റീരിയലി ഒക്കെ വളരുമ്പോൾ അതിന് ഈക്വലൻ്റായിട്ട് നമുക്കൊരു റെപ്യൂട്ടേഷനോ അതിന് ഈക്വലൻ്റായിട്ടൊരു ക്യാരക്ടറോ നിലനിർത്താൻ പറ്റാതെ പോകുന്നു പലർക്കും.
അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അപകടമാണ്. കാരണം നമ്മളെ തെന്നി വീഴിക്കാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട്. വളരെ ടെംപ്റ്റിംഗ് ആണ്. വളരെ നമ്മളെ പ്രലോഭിപ്പിച്ച് പലതിനകത്തും കൊണ്ട് എത്തിക്കാനൊക്കെ കഴിയുന്ന, അല്ലെ പെട്ടെന്ന് പണക്കാരനാക്കാൻ, പെട്ടെന്ന് വലിയ ആളാക്കാൻ, നമുക്ക് അറിയാമല്ലോ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് വന്ന ചില സ്ഥാപനങ്ങളൊക്കെ തവിടുപൊടിയായി പോയി. എന്നാൽ ചിലതൊക്കെ കാലങ്ങൾ കൊണ്ട് സസ്റ്റെയിൻ ചെയ്ത് വളരെ എക്സലൻ്റ് ഒരു ബ്രാൻഡായിട്ട് മാറി. അപ്പോൾ ഇതിലേതിലാണ് നമ്മൾ നിൽക്കേണ്ടത്? അപ്പോൾ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് എല്ലാം നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ നിലപാടുകളൊക്കെ കളഞ്ഞ്, നമ്മുടെ മൂല്യങ്ങളൊക്കെ കളഞ്ഞ് നമ്മൾ ഓടിപ്പോയാൽ അവസാനം ഒന്നും അല്ലാതായിട്ട് നമ്മൾ മാറും. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ചുറ്റുമുണ്ട്. ബ്രാൻഡൊന്നും എടുത്ത് പറയുന്നില്ല. നേരെ മറിച്ച് കാലങ്ങൾ കൊണ്ട് നിലനിന്ന് ഇന്നും നിലനിൽക്കുന്ന, വളരെ സജീവമായി നിലനിൽക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. രണ്ടാമത്തെ എനർജിയാണ്. എനർജി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് ഹെൽത്താണ്. നമ്മൾ എന്ത് നേടിയെന്ന് പറഞ്ഞാൽ അവസാനം ഹെൽത്ത് ഇല്ലെങ്കിൽ, അല്ലെ അതിനൊരു എനർജി ഇല്ലെങ്കിൽ നമ്മൾ പോയി, അല്ലെ അതിനൊരു മോട്ടിവേഷൻ ഇല്ലെങ്കിൽ എല്ലാം പോയി. ചില ആൾക്കാർ ചിലതൊക്കെ അച്ചീവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ദേ ഡോണ്ട് ഹാവ് ദ എന്തൂസിയാസം ആൻഡ് മോട്ടിവേഷൻ ഓർ ഹെൽത്ത് ടു കണ്ടിന്യൂ. അപ്പോൾ ഒരേ സമയത്ത് നമ്മൾ ക്യാരക്ടറിനെയും എനർജിയെയും സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക. ഒരു ഷോർട്ട് ടേം അല്ല, ഇതൊരു ലോങ് ടേമാണ്. ലോങ് ടേം ആണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ നിലനിർത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വവും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സമ്മപ്പ് ചെയ്യാനാണെങ്കിൽ, മാറ്റങ്ങൾ ഭയങ്കരമായിട്ട് വരുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. മാറ്റങ്ങൾ വരുന്നതിന് ഒരു പടി മുമ്പെങ്കിലും നമ്മൾ മാറ്റങ്ങളെ തിരിച്ചറിയുകയും മാറുകയും ചെയ്യുക. അങ്ങനെയുള്ളവരാണ് ഈ കാലഘട്ടത്തെ നിലനിർത്താൻ പോകുന്ന, ഈ കാലഘട്ടത്തിൽ വിജയിക്കാൻ പോകുന്നത്. അപ്പോൾ മാറ്റങ്ങൾക്ക് മുമ്പേ അറിഞ്ഞ് കാര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്ന, നിരന്തരമായി പഠിക്കാൻ ശ്രമിക്കുന്ന, നിരന്തരമായി പരിഹരിക്കാൻ ശ്രമിക്കുന്ന, നിരന്തരമായി പുതുക്കാൻ ശ്രമിക്കുന്ന, വിശ്വാസം നേടിയെടുക്കാനും നിലനിർത്താനും കഴിയുന്ന ആൾക്കാരാണ് ഈ കാലഘട്ടത്തിലെ വലിയ കരിയറിലേക്ക് ഒക്കെ പോകാൻ സാധ്യതയുള്ളത്. നമ്മൾ മക്കളെയൊക്കെ വളർത്തുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള നല്ല ഐഡിയാസൊക്കെ, ഇത്തരത്തിലുള്ള നല്ല എക്സാമ്പിൾസൊക്കെ കാണിച്ചു കൊടുക്കാൻ ഒക്കെ നമ്മൾ ശ്രമിക്കുക. കുട്ടികൾക്കും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ ഉള്ള അവസരങ്ങൾ ഈ സമയത്തുണ്ടാവട്ടെ. കരിയർ എന്ന് പറയുന്ന പണ്ട് കാലത്തെ പോലെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചു അതിലൂടെ ഒരു ജോലി കയറി കളയാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാലഘട്ടം മാറുകയാണ്. ഇനിയൊരു ഡിഗ്രി അല്ല ഹയർ ചെയ്യപ്പെടുന്നത്, ഒരു പേഴ്സണാലിറ്റിയാണ് ഹയർ ചെയ്യപ്പെടുന്നത്, സ്കിൽസാണ് ഹയർ ചെയ്യപ്പെടുന്നത്, നമ്മുടെ എബിലിറ്റീസാണ് ഹയർ ചെയ്യപ്പെടുന്നത്, നമ്മളുടെ വാല്യൂസും നമ്മളുടെ എനർജിയും നമ്മുടെ ക്യാരക്ടറും റെപ്യൂട്ടേഷനും ഒക്കെയാണ് ഇനി ഹയർ ചെയ്യപ്പെടുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും കരിയറിലും ജീവിതത്തിലുമൊക്കെ വലിയ സക്സസ് നേരുന്നു. ഈ വീഡിയോ എൻഗേജ് ചെയ്യുകയും ഇതിൽ കമൻ്റ് എഴുതുകയും ഇതിൽ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. കൂടുതലായിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിൽ ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക. നൽകുന്ന എല്ലാ സപ്പോർട്ടിനും വീണ്ടും നന്ദി അറിയിക്കുന്നു. ഹാപ്പി ലിവിങ്.